നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി, അതും തേങ്ങ അരച്ച മീൻ കറി. ഇത് നമുക്ക് ദോശയുടെ കൂടെയും അതേപോലെ ചപ്പാത്തി, പൊറോട്ട, എല്ലാത്തിൻ്റെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ തേങ്ങ അരച്ച മീൻ കറി. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു ചോപ്പറിലിട്ട് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഒരിക്കലും മിക്സിയിലിട്ട് അരയ്ക്കരുത് കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുനുകുനെ ഒന്ന് അരിഞ്ഞ് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോകുന്നത് ചട്ടി അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കറിക്ക് സ്വാദം കിട്ടാൻ. അപ്പോൾ ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ല ഗുണവുമാണ് അതുപോലെ ടേസ്റ്റുമാണ്. ഉലുവ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചുവന്ന മുളകും കൂടി ഇട്ട് ഉണക്കമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ഞാനൊരു 3 മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 2 ഉണക്കമുളകുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ല പോലെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. ഒരുപാട് സമയം ഒന്നും കളയാനില്ല. പക്ഷെങ്കിൽ ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതാണ് കറിക്ക് നല്ല സ്വാദ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ഒന്ന് കഴിയാറായി. ഇതൊന്ന് മൂക്കുന്ന സമയം മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 നല്ല പഴുത്ത തക്കാളി. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമല്ലെങ്കിൽ തക്കാളി നമ്മൾ പുളി ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തക്കാളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും. അപ്പോൾ ഞാനൊരു 2 പഴുത്ത തക്കാളി നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഒന്ന് വെന്ത് കിട്ടണം. എൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ തക്കാളിയും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. ആ ഒരു സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് മൂക്കട്ടെ. അതിന് വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ പൊടികൾ എടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വെള്ളത്തിലൊന്ന് ചാലിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല പൊടികൾ കരിഞ്ഞും പോകത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കുക, ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി നമ്മുടെ ആ ഒരു ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. കട്ടയൊന്നും ഇല്ലാതെ നല്ല ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി ഇങ്ങനെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഇതിൽ ഈ പൊടിയും കൂടെ നമ്മൾ ഈ ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഒന്ന് മൂത്ത് കിട്ടണം നല്ലപോലെ. അതായത് നമ്മുടെ ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയൊക്കെ പച്ച കുത്തൊന്ന് മാറി അതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമ്മളൊന്ന് സമയം കൊടുക്കണം. ഈ ഇത്രയും സമയം നമ്മൾ വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഇത്രയും നേരം നമ്മളൊന്ന് സമയം കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഇതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള നമുക്ക് പിഴുപുളി എടുക്കാം. നിങ്ങൾക്ക് നമ്മുടെ മറ്റേ പുളി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കുടംപുളി വേണമെങ്കിലും നമുക്ക് എടുക്കാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഈ പുളിയാണ് ഞാൻ സാധാരണ ചേർക്കുന്നത്. ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് നല്ലതുപോലെ പിഴിഞ്ഞാണ് അതിലൊഴിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ്സ് ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ആ പുളിയുടെ വെള്ളം മറ്റേതിൻ്റെ എണ്ണ തെളിഞ്ഞു വന്നു. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ നല്ലൊരു സ്വാദ് കിട്ടും. പുളി അതിൻ്റെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ. ഒത്തിരി പുളി ആവശ്യമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് വെന്ത് കിട്ടുക. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കും. കാരണം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം, അതുപോലെ മീൻ അതിൽ കിടന്ന് വെന്ത് കിട്ടണം. അന്നേരം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. ചൂടുവെള്ളം വേണം.
ഇപ്പം നമ്മുടെ ഗ്രേവി അവിടെ തിളയ്ക്കുന്നുണ്ട്, നല്ലപോലെ തിളച്ച് വന്നിട്ട് ഇനി നമ്മുടെ മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് നെയ്മീനാണ്. അയലയുണ്ടും മറ്റു മീനും കൊണ്ടും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. ചെറിയ മീൻ കൊണ്ട്, നെത്തോലി കൊണ്ടൊക്കെ ഈ തേങ്ങ അരച്ച മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നെയ്മീൻ അതിൻ്റെ തലയും എല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് മീനൊന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ച് ഇതിലേക്ക് ചേർക്കണം. അതാണല്ലോ തേങ്ങ അരച്ച മീൻ കറി എന്നുള്ളതിൻ്റെ പേര് തന്നെ. അപ്പോൾ തേങ്ങ നല്ലതുപോലെ ഒരു തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് അര തേങ്ങ മുതൽ ഒരു തേങ്ങ വരെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നല്ലതുപോലെ അരച്ച് ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ, അല്ലെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ പാലും ചേർക്കുക. അപ്പോഴത് തേങ്ങാപ്പാൽ കറി എന്നാണ് പറയുന്നത്. തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ച മീൻ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല വെട്ടിത്തിളച്ച് മീൻ വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങയും കൂടെ അരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തവിയിട്ടങ്ങ് ഇളക്കി അത് മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെറുതായിട്ടൊന്ന്, അല്ലെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മാത്രം മതി. അപ്പോൾ ഇതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് കടുക് വറുത്ത് താളിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഈ ഒരു മീൻ കറിക്ക് നല്ലൊരു സ്വാദ് കൊടുക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ മിസ് ചെയ്യരുത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഇത് 2-3 ചുവന്നുള്ളി ഉണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് എണ്ണക്കകത്തിട്ട് മൂപ്പിക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു നുള്ളു പെരുംജീരകത്തിൻ്റെ പൊടി ഇടുന്ന സ്വാദ് കൊടുക്കും. പിന്നെ നമ്മുടെ മീൻ കറിക്ക് ഒരു നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്കൊരു നല്ല കളറ് കിട്ടും. അപ്പോൾ ഞാൻ ചെറിയൊരു സ്പൂണോളം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റേജ് വളരെ സൂക്ഷിക്കണം, കാരണം മുളക് പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കരിയാതെ പെട്ടെന്ന് തന്നെ നമ്മളിതിന് ചൂടാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കറിയുടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതെടുത്ത് മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കുക. ആ അടച്ചു വെക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ദോശ ഉണ്ടാക്കുക. ദോശയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ, ചപ്പാത്തിയാണോ അല്ലെങ്കിൽ പൊറോട്ടയാണോ, അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒത്തിരി നല്ലതാണ്. ഇപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ഞാനിതിന് ദോശയുടെ സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കും. നല്ലെണ്ണയും നെയ്യൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ സ്വാദ് കൂടും, പക്ഷേ ഹെൽത്തൂടെ നോക്കണമല്ലോ, അതിന് നല്ലെണ്ണ മാത്രം ഒഴിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ മീൻ കറി സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.